വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻകം ടാക്സിലെ യൂണിറ്റ് 17 അസസ്മെൻറ്റ് ഓഫ് ഫേംസ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലേ, അതായത് ഒരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് അസസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫേമിൻ്റെ ടാക്സ് ലയബിലിറ്റീൻ്റെ അസസ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അറിയണം എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ളത്. പാർട്ട്ണർഷിപ്പ് ഫേമിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വളരെയധികം നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫേമിൻ്റെ ടാക്സബിൾ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ പാർട്ട്നേഴ്സിനും ഫേമിനും അല്ലേ, അതായത് പാർട്ട്നേഴ്സിൻ്റെ ടാക്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഫേമിൻ്റെ ടാക്സ് എങ്ങനെയാണ് ഈടാക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഈ ഫേമിൽ എന്തൊക്കെയാണ് ടാക്സ് റൂൾസ്, അപ്ലൈ ചെയ്യുന്ന ടാക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് കറക്റ്റായിട്ടൊരു ഫേമിൻ്റെ ടാക്സബിൾ ഇൻകവും അതിൻ്റെ ടാക്സ് പേയബിളും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്കറിയണം മീനിങ് ഓഫ് പാർട്ട്ണർഷിപ്പ്. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഫോം ചെയ്തിട്ടുള്ള രണ്ടോ അതിലധികമോ ആളുകൾ ഒരു ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അതായത് സെക്ഷൻ 4 പ്രകാരം പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, രണ്ടോ അതിലധികമോ ആളുകൾ ഒരു ബിസിനസ് നടത്തുകയും അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഓർ ലോസസ് എന്താണ് അവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലിൻ്റെ റേഷ്യോ അനുസരിച്ച് ഷെയർ ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് എന്ത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും. പാർട്ട്ണർഷിപ്പിന് ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നത് അല്ലേ. അതായത് പാർട്ട്ണർഷിപ്പിൽ രണ്ടോ അതിലധികമോ ആളുകൾ കൂടി ചേർന്ന് അവർ തമ്മിലുള്ളൊരു എഗ്രിമെൻ്റ് ആണ്. നമുക്ക് ഇത്രയും ക്യാപിറ്റൽ കൊണ്ടുവരാം, ഈ ക്യാപിറ്റലിൽ നിന്ന് ഇത്ര ഷെയർ എനിക്ക് വേണം, ഇത്ര ഷെയർ മറ്റ് പാർട്ട്നേഴ്സിന് വേണം, അങ്ങനെയൊക്കെയുള്ള എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ എഗ്രിമെൻറ്റ് റിട്ടൺ ആയിരിക്കാം അല്ലെങ്കിൽ വെർബൽ ആയിരിക്കാം. അതേപോലെ തന്നെ ലോഫുൾ ബിസിനസ് ആയിരിക്കണം അല്ലേ. അതായത് പാർട്ട്നേഴ്സ് നടത്തുന്നത് നിയമപരമായിട്ടുള്ള ബിസിനസ് ആയിരിക്കണം. ഇല്ലീഗൽ ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യം, ഇല്ലീഗൽ ബിസിനസ് അതായത് പാർട്ട്ണർഷിപ്പായിട്ട് നടത്താൻ നമുക്ക് ഇല്ലീഗൽ ആക്ടിവിറ്റി കഴിയൂല. അതായത് ഇല്ലീഗൽ ആക്ടിവിറ്റി എന്നുള്ള ആ ഒരു കേസ് നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവർ എന്ത് ചെയ്യും, ലോസ് ആൻഡ് പ്രോഫിറ്റ് ഷെയർ ചെയ്യും അല്ലേ. അതായത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഷെയർ ചെയ്യും. ദെൻ അതുപോലെ തന്നെ മ്യൂച്വൽ ഏജൻസിയാണ്. അതായത് ഇവിടെ ബിസിനസ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എല്ലാ പാർട്ട്നേഴ്സിനും ഒരുമിച്ച് നടത്താം, ഒന്നാമത്തെ കേസ്. അതല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മറ്റുള്ള പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള പാർട്ട്നേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ബിസിനസ് നടത്താം. അതല്ല എന്നുണ്ടെങ്കിൽ, അതായത് അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് നടത്താവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നമുക്ക് 2 പേഴ്സൺസ് എങ്കിലും വേണം. ഒരു ബാങ്കിങ് ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം 10 പേഴ്സൺസും, അതർ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 20 പേഴ്സൺസും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ മാക്സിമം നമ്പേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നോട്ട് കമ്പൽസറി. അതായത് പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യുന്നത് കമ്പൽസറി അല്ല, പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫേമിന് എന്ത് കിട്ടും, കുറച്ച് നിയമപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു ഫേമിന് ഉണ്ടായിരിക്കും. രജിസ്റ്റർ ചെയ്യണം നിർബന്ധമില്ല, രജിസ്റ്റർ ചെയ്താൽ കുറച്ച് പ്രൊട്ടക്ഷൻ ആ ഒരു ഫേമിന് കിട്ടും. ദെൻ പാർട്ട്ണർഷിപ്പ് ആക്ട് നമുക്കറിയാം, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയുന്ന കേസുകളാണ്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട വേറൊരു ഭാഗമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു റിട്ടേൺ എഗ്രിമെൻറ്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് അല്ലേ. അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക,
അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: ഒന്ന്, ഫേമിൻ്റെ പേര്, പാർട്ട്നേഴ്സിൻ്റെ പേര്, അവരുടെ അഡ്രസ്സ്, പാർട്ട്ണർഷിപ്പിൻ്റെ ഡ്യൂറേഷൻ, അതുപോലെ തന്നെ ഓരോ പാർട്ട്നേഴ്സും നൽകുന്ന ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സിന് ഡ്രോയിങ്സ് അനുവദനീയമാണോ, അല്ലെങ്കിൽ അനുവദനീയമാണെങ്കിൽ എത്രത്തോളം അലോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ കൊണ്ടുവന്ന പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണോ, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന് ലോൺ കൊടുക്കണോ, ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ഡ്രോയിങ്സ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ഫേം ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ഓരോ പാർട്ട്നേഴ്സും പ്രോഫിറ്റ് ഓർ ലോസ് ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്, ഇനിയിപ്പോൾ അഥവാ റേഷ്യോ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ ഈക്വൽ ആയിട്ടാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ലൈബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പുതിയൊരു പാർട്ട്ണർ വരികയാണെന്നുണ്ടെങ്കിൽ അയാൾ അഡ്മിറ്റ് ചെയ്യാനുള്ള റൂൾസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റൂൾസ് ഉണ്ടോ, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന് എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഗുഡ് വിൽ വാല്യുവേഷൻ എങ്ങനെയൊക്കെ ചെയ്യണം, അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഓഡിറ്റ് എങ്ങനെയൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഫേം ഡിസോൾവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇനി പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സെറ്റിൽ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ഓഫ് ഫേം, നമ്മൾ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല അല്ലേ, അതായത് രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. പക്ഷേ രജിസ്റ്റർ ചെയ്താൽ ഒരു ഫേമിന് ഉണ്ടാവുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഒരു ഫേം പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്കെതിരെ കോർട്ടിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പാർട്ട്ണറിന് മറ്റൊരു പാർട്ട്ണറിനെതിരെ ലീഗൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാർട്ട്ണറിൻ്റെ ഫ്രോഡ്, അതുപോലെ തന്നെ മിസ്റെപ്രസെൻറ്റേഷൻ, ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ നിന്ന് ഒരു തേർഡ് പാർട്ടീസിന് പ്രൊട്ടക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇൻകമിങ് പാർട്ട്നേഴ്സിന് ഫേമിൽ നിന്നുള്ള ഡ്യൂസ് റൈറ്റ് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ക്ലെയിം ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ഫേം നമുക്ക് എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യുന്നത് കമ്പൽസറി അല്ല, പക്ഷേ രജിസ്റ്റർ ചെയ്താൽ ഇതുപോലെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. സാധ്യത എന്നല്ല, കിട്ടും. ഓക്കെ, ദെൻ ഇനി നോൺ രജിസ്ട്രേഷൻ ഓഫ് ഫേം, നമ്മൾ പറഞ്ഞു രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഫേമിന് ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും. ഒന്നാമത്തതാണ്, ഒരു ഫേമിന് തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഡെപ്റ്റ് കിട്ടാനുണ്ട് എന്ന് വിചാരിച്ചോ, അത് കിട്ടാൻ ഈ ഡെപ്റ്റ് ക്ലെയിം ചെയ്യാൻ കോർട്ടിൽ ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റ് ആർക്ക് ഉണ്ടാവില്ല? ഈ ഫേമിന് ഉണ്ടാവില്ല. കാരണം എന്താ? ഈ ഫേം രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഒരു പാർട്ട്ണറിന് ഫേമിനെതിരെയോ അല്ലെങ്കിൽ കോ പാർട്ട്നേഴ്സിനെതിരെയോ ലീഗൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫേം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് ഫേമിനെതിരെയോ പാർട്ട്നേഴ്സിനെതിരെയോ സ്യൂ ചെയ്യാം കേട്ടോ. അതായത് അതിപ്പോൾ രജിസ്റ്റർ ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇതാണ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ രണ്ടോ അതിലധികമോ ആളുകൾ കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു ഫോം ഓഫ് ബിസിനസ്സാണ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സ് അസസ്മെൻ്റ് എങ്ങനെ നടത്താം അതിനെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജനറൽ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് എ ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ഫേമിൻ്റെ ടോട്ടൽ ടാക്സബിൾ ഇൻകം കണ്ടെത്തണം.
അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, ഫേമിന്റെ ടോട്ടൽ ടാക്സബിൾ ഇൻകം അസസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫേമിന്റെ ടോട്ടൽ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ രണ്ടാമത്തത്, ഇതിൽ നിന്ന് എത്ര രൂപയാണ്, അതായത് ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബേസിലാണ് ഒരു ഫേം എത്ര ടാക്സ് അടക്കണം എന്നുള്ളത് കണ്ടെത്തുക. അപ്പൊ അവിടെ ഫേം അടയ്ക്കേണ്ട ടാക്സ് പേയബിൾ രണ്ടാമതായിട്ട് നമ്മൾ കണ്ടെത്തുന്നു. ദെൻ അതിന് ശേഷം ടാക്സ് എങ്ങനെ അടക്കും, അതിൻ്റെ പ്രൊസീജിയർ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് കുറച്ച് ജനറൽ റൂൾസ് ഇൻകം ടാക്സ് ആക്റ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഒന്നാമത്തതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിൽ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഫേം ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, ടാക്സ് അടക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫേമിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ നമുക്ക് പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്, ഒന്ന് റെസിഡൻറ്റ് ഫേം എന്നും രണ്ടാമത്തത് നോൺ റെസിഡൻറ്റ് ഫേം എന്നും. എപ്പോഴാണ് ഒരു ഫേമിനെ റെസിഡൻറ്റ് ഫേം എന്ന് പറയുക, ഒരു ഫേമിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണെങ്കിൽ, അല്ലേ, അതായത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഈസ് വോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണെങ്കിൽ ആ ഫേമിനെ നമുക്ക് എന്ത് വിളിക്കാം, റെസിഡൻറ്റ് ഫേം എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അപ്പോൾ നോൺ റെസിഡൻറ്റ് ഫേം എന്ന് പറയുമ്പോഴോ, ഒരു ഫേമിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യക്ക് പുറത്ത് നിന്നാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് നോൺ റെസിഡൻറ്റ് ഫേം എന്ന് വിളിക്കാം. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫേമിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെസിഡൻ്റ് ആണ്. ഓക്കെ, ദെൻ നോൺ റെസിഡൻ്റ് ആവുന്നത് കംപ്ലീറ്റ്ലി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. ഇങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിൽ ഫേമിനെ തരംതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ നമുക്കിപ്പോൾ ഫേമിലെ പാർട്ട്നേഴ്സ് ഇന്ത്യയിൽ റെസിഡൻ്റ് ആണെന്ന് വിചാരിക്കൂ. ഇപ്പോൾ സാധാരണയായിട്ട് ഫേംസും റെസിഡൻ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും, അല്ലേ. പക്ഷേ അസസി തെളിയിക്കുകയാണ് എന്ത്, ഫേമിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വോളി ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണെങ്കിൽ, അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ആ ഫേമിനെ നോൺ റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ടാക്സബിലിറ്റി ഓഫ് ഇൻകം, ഒരു ഫേമിൻ്റെ, അതായത് ഒരു ഇൻകം ആ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ടാക്സബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ 2 പ്രധാനപ്പെട്ട റൂൾസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കി. ദെൻ അതിന് ശേഷം ആ ഫേമിന് കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കണോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കണ്ടയോ എന്ന് തീരുമാനിക്കാൻ പ്രധാനമായിട്ടും 2 റൂൾസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേതാണ് റവന്യൂ റെസിപ്റ്റ്സ്, അല്ലേ. നമുക്കറിയാം സാധാരണയായിട്ട് ഒരു ഫേമിന് കിട്ടുന്ന എല്ലാ റവന്യൂ റെസിപ്റ്റ്സും ടാക്സബിൾ ആണ്. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു സ്പെസിഫിക് എക്സംഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രം ടാക്സബിൾ അല്ല. അതായത് സാധാരണയായിട്ട് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫേം ബിസിനസ് നടത്തി അവർക്ക് കിട്ടുന്ന ഇൻകം, അതാണ് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. നോർമൽ കേസിൽ എന്താണ്, റവന്യൂ റെസിപ്റ്റ്സ് മൊത്തം ടാക്സബിൾ ആണ്. ഇനി എന്തെങ്കിലും എക്സംഷൻ ഉണ്ടെങ്കിൽ, പ്രത്യേകം എടുത്തു പറയുന്നുണ്ടെങ്കിൽ മാത്രം അതിന് ടാക്സ് കൊടുക്കണ്ട. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഓൾ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആർ എക്സംപ്റ്റ് അൺലെസ് സ്പെസിഫിക്കലി ടാക്സബിൾ, അല്ലേ. അതായത് സാധാരണയായിട്ട് ക്യാപിറ്റൽ റെസിപ്റ്റ് ടാക്സബിൾ അല്ല, ടാക്സ് കൊടുക്കണ്ട, അല്ലേ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫേമിൻ്റെ ഫിക്സ്ഡ് അസറ്റ് ഏതെങ്കിലും വിറ്റു, അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, അല്ലേ. അതിന് ഫേം എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പ്രത്യേകമായി ക്യാപിറ്റൽ റെസിപ്റ്റിനെ ടാക്സ് ആക്കിയിട്ടില്ലെങ്കിൽ, അതായത് ടാക്സബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണം. പക്ഷെ നോർമൽ കേസിൽ ഒരു ഫേമിന് കിട്ടുന്ന ക്യാപിറ്റൽ റെസിപ്റ്റ് ടാക്സബിൾ അല്ല.
ഓക്കെ, അപ്പൊ നമ്മൾ ഫേമിന്റെ ഇൻകത്തിന്റെ ടാക്സ് ലൈബിലിറ്റി കണക്കാക്കുന്നത് എന്തിന്റെ ബേസിലാണ്? അത് ടാക്സ് കൊടുക്കണോ വേണ്ടയോ എന്ന് നോക്കുന്നത് എന്തിന്റെ ബേസിലാണ്? ഇത് റവന്യൂ റെസിപ്റ്റ് ആണോ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ എന്ന് നോക്കണം. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 14 പ്രകാരം ഇൻകത്തിനെ വിവിധ ഹെഡുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം ഏതൊക്കെയാണ്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലേ. പക്ഷേ ഇവിടെ ഫേമിൻ്റെ കാര്യത്തിൽ 4 ഹെഡാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് 5 പ്രധാനമായിട്ടും 5 സോഴ്സുകളിൽ നിന്ന് ഇൻകം ലഭിക്കാം. പക്ഷെ ഒരു ഫേമിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫേമിന് സാലറി കിട്ടുമോ? ഇല്ല അല്ലേ. അതായത് ഫേമിന് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതായത് ഒരു ഫേമിന്റെ ഓണർഷിപ്പിലുള്ള ബിൽഡിങ്ങിൽ നിന്ന് വാടക കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഫേമിന്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് എന്ന് അല്ലേ. അതേപോലെ തന്നെ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഒരു ഫേം നടത്തുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, അതെന്താണ്? ഇൻകം, ടാക്സബിൾ ഇൻകം ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലം ഒരു ഗെയിൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോഫിറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഫേമിന്റെ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നു. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലെ. ഇനി വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന്, മുകളിൽ പറഞ്ഞിട്ടില്ലാത്ത വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ഒരു ഫേമിന് ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലെ, ഫേമിന്റെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ഒരു ഫേമിന് ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞൊരു ഹെഡിൽ നിന്ന് ഇൻകം വരാനില്ല. ബാക്കി 4 ഹെഡിൽ നിന്നും എന്തുണ്ടാവും? ഇൻകം വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇനി അടുത്ത പോയിന്റ് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ലേ. നമുക്കറിയാം ഫേമിനും അതിലുള്ള പാർട്ട്നേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എയും ബിയും ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങി. ഇപ്പോൾ ഫേമിന് മൊത്തം ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ ഫേമിൻ്റെ ഇൻകം ഫേമിൻ്റെ പേരിലാണ് ടാക്സ് അടക്കേണ്ടത്. അതല്ലാതെ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അല്ല ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ ഇൻകം ഫേമിൻ്റെ മുഴുവൻ പ്രോഫിറ്റിൽ വീണ്ടും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പാർട്ട്നേഴ്സിൻ്റെ ടാക്സ് ലൈബിലിറ്റി സെപ്പറേറ്റ് ആയിട്ടും ഫേമിൻ്റെ ടാക്സ് ലൈബിലിറ്റി സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. then അടുത്ത നോക്കി നോക്കൂ, രജിസ്ട്രേഷൻ ഓഫ് ഫേം അല്ലേ. അതായത് ഈ ടാക്സിൻ്റെ പർപ്പസിൽ രജിസ്റ്റേർഡ് ഫേം എന്നും അൺരജിസ്റ്റേർഡ് ഫേം എന്നും അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. ഇവിടെ ഇൻകം ടാക്സ് പർപ്പസിൽ ഫേം രജിസ്റ്റേർഡ് ആണോ അല്ലെങ്കിൽ ഫേം അൺരജിസ്റ്റേർഡ് ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല അല്ലേ. രജിസ്റ്റേർഡ് ആണെങ്കിലും അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിലും ഈ റൂൾസ് തന്നെയാണ് ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്നത്. ദെൻ ഇനി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് ആണ് ഈ പാർട്ട്നേഴ്സിൻ്റെ ഷെയർ. ഓക്കെ, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഒരു പാർട്ട്ണർക്ക് പ്രോഫിറ്റ് ഷെയർ കിട്ടുകയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എയും ബിയും 2 പാർട്ട്നേഴ്സാണ്. ഫേമിൻ്റെ ടാക്സബിൾ പ്രോഫിറ്റ് ഒരു 10 ലക്ഷമാണ്. അപ്പോൾ ഇവിടെ എക്ക് 5 ലക്ഷവും കൊടുത്തു, ബിക്ക് 5 ലക്ഷവും കൊടുത്തു. ഇവിടെ എങ്ങനെയാണ് ടാക്സ് അടക്കുക? അതായത് ഫേമിൻ്റെ പേരിലാണ് ടാക്സ് അടക്കേണ്ടത്. അതായത് എക്ക് ലഭിച്ച 5 ലക്ഷവും ബിക്ക് ലഭിച്ച 5 ലക്ഷത്തിനും എന്ത് ചെയ്യാൻ പാടില്ല? ഈ എയുടെയും ബിയുടെയും ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തില്ല. അത് ഫേമിന് കിട്ടിയതാണ് 10 ലക്ഷം. അപ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ഫേമാണ് അതിന് ടാക്സ് അടക്കേണ്ടത്. പക്ഷെ ഇതിൻ്റെ ഷെയർ നമ്മൾ ആർക്ക് കൊടുക്കും? പാർട്ട്നേഴ്സിന് കൊടുക്കും. കൊടുത്താലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പാർട്ട്ണറിൻ്റെ പേഴ്സണൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക്, അല്ലെങ്കിൽ പേഴ്സണൽ ടാക്സബിൾ ഇൻകം ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഷെയർ ഒരു പാർട്ട്ണർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തില്ല. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് നിങ്ങൾ ആലോചിക്കണം. ഫേമിൻ്റെ പ്രോഫിറ്റ് ടാക്സബിൾ ഇൻകത്തിന് ഫേമാണ് ടാക്സ് കൊടുക്കേണ്ടത്.
പാർട്ട്നേഴ്സിന്റെ ടോട്ടൽ ഇൻകത്തിലേക്ക് ഈ ഫേമിൽ നിന്ന് കിട്ടിയ ഷെയർ ഉൾപ്പെടുത്തില്ല. ഓക്കെ, ദെൻ ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് സാലറി, ബോണസ്, കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. ഇപ്പോൾ ഒരു ഫേം പാർട്ട്ണർക്ക് സാലറി കൊടുക്കാം. അതായത് നമുക്ക് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ പല ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിനെ കുറിച്ചിട്ട് നമുക്കറിയാം. ആക്റ്റീവ് പാർട്ട്ണർ എന്നും സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്നും അങ്ങനെ അല്ലേ. ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ ആ ഒരു ബിസിനസ് നടത്തി പോകുന്ന അവിടെയുള്ള ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും നോക്കി പോകുന്ന ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കും. അയാൾക്ക് ചിലപ്പോൾ ഫേം എന്ത് ചെയ്യും, സാലറി ആയിട്ടോ ബോണസ് ആയിട്ടോ കമ്മീഷൻ ആയിട്ടോ റെമ്യൂണറേഷൻ ആയിട്ടോ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സെർട്ടൈൻ കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസിന്റെ ബേസിൽ അതിന് ഡിഡക്ഷൻ കിട്ടും. അതായത് ഒരു ഫേം പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ എമൗണ്ടും എന്ത് ചെയ്യുന്നില്ല, ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇൻകം ടാക്സിലെ കുറച്ച് കണ്ടീഷൻസ് പാലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടിയിട്ടുള്ള റെമ്യൂണറേഷന് ടാക്സ് അല്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ഫേം ബി എന്ന് പറഞ്ഞ പാർട്ട്ണർക്ക് ഒരു 2 ലക്ഷം രൂപ റെമ്യൂണറേഷൻ നൽകി. ഈ 2 ലക്ഷം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഇൻകം ടാക്സിലെ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് പാലിക്കുന്നുണ്ടെങ്കിൽ ഫേമിൻ്റെ ടാക്സബിൾ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. അതായത് ഇപ്പോൾ ഫേമിന് 10 ലക്ഷം പ്രോഫിറ്റ് ഉണ്ട്, ഇതിന് ടാക്സ് കൊടുക്കണം. പക്ഷെ അതിൽ നിന്ന് 2 ലക്ഷം ഫേമിൻ്റെ ആക്റ്റീവ് പാർട്ട്ണർക്ക് സാലറി കൊടുത്തു. അപ്പോൾ ഈ 10 ലക്ഷത്തിൽ നിന്ന് ഈ 2 ലക്ഷം എക്സ്പെൻസ് ആണ് എന്ന് പറഞ്ഞ് കുറക്കാൻ പറ്റുമോ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ മുഴുവനായിട്ടും ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് സ്പെസിഫൈഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ഈ ഫേം പാലിക്കുന്നുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ്. ഒരു ഫേം പാർട്ട്ണറിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്, അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലിന് പകരമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ അത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവായിട്ടാണ്. അത് കുറക്കാൻ പറ്റുമോ, ഡിഡക്ട് ചെയ്യാൻ പറ്റുമോ? അതും ചില കണ്ടീഷൻസ് പാലിച്ചിട്ടുണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ നോർമലി നമുക്ക് മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കണം, 12% പെർ ആനം ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു പാർട്ട്ണറിൻ്റെ ക്യാപിറ്റലിന് ഫേം 10% ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഈ 10% എന്ന് പറയുമ്പോൾ എന്താ, 12% താഴെയാണ്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ പാലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫേം കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഫേമിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മാക്സിമം നമുക്ക് കുറക്കാൻ പറ്റുന്നത് എത്രയാണ്, 12% വരെ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ 15% കൊടുത്തു, അപ്പോൾ എക്സ്ട്രാ വരുന്ന ആ 3% എന്ത് കൊടുക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലേ. അതായത് 3% ടാക്സ് കൊടുക്കേണ്ടി വരുമെന്നല്ല, എന്താണ് 12% വരെ നമുക്ക് ഫേമിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കാൻ പറ്റുള്ളൂ. ബാക്കി 3% അത് ഫേമിൻ്റെ പ്രോഫിറ്റിൽ എൻ്റെ കൂടെ തന്നെ അത് കൂട്ടണം. ഓക്കെ, ദെൻ ഇനി വെരി ഇമ്പോർട്ടൻറ്റ് ടാക്സ് റേറ്റ്. ഓക്കെ, ഫേമിൻ്റെ ഇൻകം 30% പ്ലസ് സർചാർജ് പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഇത് ഫ്ലാറ്റ് റേറ്റിൽ ടാക്സ് ചെയ്യും അല്ലേ. അതായത് ഫ്ലാറ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് നമ്മുടെ ഇൻകം സ്ലാബ് സിസ്റ്റം അല്ല കേട്ടോ. അതായത് ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്ലാബ് റേറ്റ് യൂസ് ചെയ്യുന്നതല്ലേ, അത് ഇൻഡിവിജ്വലിൻ്റെ പോലെയല്ല. അതായത് 30%, അതായത് ടോട്ടൽ ടാക്സബിൾ ഇൻകത്തിൻ്റെ 30% പ്ലസ് സർചാർജ് പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് ഫേമിൻ്റെ ടാക്സ് കാൽക്കുലേഷൻ. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് AMT, ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ്. അതായത് AMT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമിനും ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് ബാധകമാണ്. അതായത് നമ്മുടെ എന്താണ് AMT റേറ്റ് എന്ന് പറയുന്നത് 18.5% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. അതായത് സാധാരണ രീതിയിൽ ടാക്സ് കണക്കാക്കുമ്പോൾ നമുക്കൊരു എമൗണ്ട് വരും അല്ലേ. അപ്പോൾ AMT പ്രൊവിഷൻസ് പ്രകാരം അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ 18.5% യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, AMT നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തത് AMTനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. അതായത് ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
അപ്പോൾ ചില കേസുകളിൽ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ആ ഫേമിന് അനുവദനീയമായിട്ടുള്ള കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഈ ഫേം അടക്കേണ്ട ടാക്സ് ലൈബിലിറ്റി അല്ലെങ്കിൽ ടാക്സ് എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഈ ആ ഒരു കുറവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതായത് ഡിഡക്ഷൻസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ടാക്സ് വളരെ കുറവാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഗവൺമെൻറ് പറയും എന്ത്, നോർമൽ ടാക്സ് പേയ്മെൻറ്റ് വളരെ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിനിമം എമൗണ്ട് എങ്കിലും ഈ ഫേം എന്ത് ചെയ്യണം, ടാക്സ് ആയിട്ട് നൽകണം എന്ന് ഗവൺമെൻറ് പറയും. അങ്ങനെയാണ് ഈ മിനിമം ടാക്സ് സിസ്റ്റത്തിനെയാണ് AMT എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫേമിന് ഒരു 10 ലക്ഷം പ്രോഫിറ്റ് കിട്ടി എന്ന് വിചാരിച്ചോ. ഓക്കെ, 10 ലക്ഷം പ്രോഫിറ്റ് കിട്ടി. എന്നിട്ട് ഇത് ഈ 10 ലക്ഷത്തിൽ നിന്ന് ഒരുപാട് ഡിഡക്ഷൻസ് ഒക്കെ കുറച്ചതിന് ശേഷം ഈ ഫേമിൻ്റെ നോർമൽ ടാക്സ് റേറ്റ് വളരെ കുറവാണ്. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ടാക്സ് റേറ്റ് വളരെ കുറവാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡിഡക്ഷൻസ് കുറച്ചതൊക്കെ എന്ത് ചെയ്യും, തിരിച്ച് അങ്ങോട്ട് തന്നെ കൂട്ടിയിട്ട് ഒരു അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫേമിന് ചില പ്രത്യേക ഡിഡക്ഷൻസ് യൂസ് ചെയ്ത് നോർമൽ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറച്ചിരിക്കാം. അപ്പോൾ ഈ ഡിഡക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യും, തിരിച്ച് അങ്ങോട്ട് തന്നെ കൂട്ടിയിട്ട് ഒരു അഡ്ജസ്റ്റഡ് ഫിഗർ ഉണ്ടാക്കും. അതിനെയാണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ 18.5% AMT റേറ്റ്, അതാണല്ലോ എന്താണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള AMT റേറ്റ് എന്ന് പറയുന്നത്. ഈ റേറ്റ്, അതായത് ഇപ്പോൾ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ 18% കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് പ്രകാരം ടാക്സ് അടക്കേണ്ട ലൈബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് AMT എന്ന് പറയുന്നത്. ഇത് ഇൻഡിവിജ്വലിൻ്റെ കേസിലും ഉണ്ടായിരുന്നു ഈ AMTനെ കുറിച്ചിട്ട്. ഇനി അതുപോലെ തന്നെ അടുത്തതാണ് LLP അല്ലേ. LLP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, LLP എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് അല്ലേ. അസസ്മെൻറ്റ് ഇയർ 2010 to 11 മുതൽ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും ഈ LLPക്കും ബാധകമാണ്. ഇപ്പം LLP എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെയും കമ്പനിയുടെയും ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബിസിനസ് സ്ട്രക്ചറിനെയാണ് LLP എന്ന് പറയുന്നത്. അപ്പോൾ ഈ LLPക്കും എന്താണ്, എല്ലാ നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ റൂൾസും ഈ LLPക്കും എന്താണ്, ബാധകമാണ്. ഇനി അതുപോലെ തന്നെ ഡിഡക്റ്റബിലിറ്റി ഓഫ് റെമ്യൂണറേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് അല്ലേ. ഇപ്പോൾ ഒരു ഫേം പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇത് കൊടുത്തു എന്ന് വിചാരിച്ചോ. അത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് പാലിച്ചാൽ ഫേമിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് ആ കണ്ടീഷൻ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടീഷൻ 1 സെക്ഷൻ 36 ആൻഡ് 37, അതായത് റെമ്യൂണറേഷൻ ഇൻട്രസ്റ്റ് എന്തായിരിക്കണം, അണ്ടർ സെക്ഷൻ 36 ആൻഡ് 37 പറഞ്ഞിട്ടുള്ളതായിരിക്കണം. അതായത് നിയമപരമായിട്ട് ഡിഡക്ഷൻ അലോ ചെയ്യുന്ന തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ആയിരിക്കണം എന്ത്, നമ്മുടെ ഈ സാലറി അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ്. കണ്ടീഷൻ നമ്പർ 2 സെക്ഷൻ 184 പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് ഫേം പാലിച്ചിരിക്കണം. അതായത് സെക്ഷൻ 184 പ്രകാരമുള്ള കണ്ടീഷൻ പാലിച്ചില്ലെങ്കിൽ പാർട്ട്ണറിന് നൽകുന്ന റെമ്യൂണറേഷൻ ഓർ ഇൻട്രസ്റ്റ് അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാം. കണ്ടീഷൻ നമ്പർ 3 സെക്ഷൻ 40 സബ്സെക്ഷൻ B, ആ ഒരു കണ്ടീഷൻ ആര് പാലിച്ചിരിക്കണം, ഈ ഒരു ഫേം പാലിച്ചിരിക്കണം അല്ലേ. അതായത് പാർട്ട്ണറിന് നൽകുന്ന റെമ്യൂണറേഷൻ ഓർ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 40 സബ്സെക്ഷൻ B. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ റൂൾസിൽ പറയുന്നത്. ഇപ്പോൾ ഒരു ഫേമിൻ്റെ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണം. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ ഫേമിൽ നിന്ന് കിട്ടുന്ന ഷെയർ അത് പാർട്ട്ണറിൻ്റെ ടോട്ടൽ ഇൻകത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാർട്ട്ണർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അത് എങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് കുറക്കാൻ പറ്റുമോ, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കേസിനെ കുറിച്ച് പറഞ്ഞു. AMTനെ കുറിച്ച് പറഞ്ഞു. AMT റേറ്റ് എന്താണ്, 18%. അതായത് ഒരു ഫേമിന്
അഡ്ജസ്റ്റ്മെന്റ്, അതായത് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് ഒക്കെ കിഴിച്ച് ഒരു നോർമൽ ഒരു മിനിമം ടാക്സ് പോലും അടക്കാനില്ലെങ്കിൽ, ടാക്സ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പറയും എന്ത്, ഒരു മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എങ്കിലും ഈ ഫേം അടക്കണം എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ 18.5% അതിൻ്റെ മുകളിൽ നമ്മൾ ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഫേം ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇതിനൊക്കെ ഡിഡക്ഷൻ ഒരു ഫേമിന് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് പാലിക്കണം എന്ന് അല്ലേ. അതിൽ നമ്മളൊരു സെക്ഷൻ 184 കുറിച്ചിട്ടും അതുപോലെ തന്നെ സെക്ഷൻ 40 സബ്സെക്ഷൻ ബിനെ കുറിച്ചിട്ടും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇവിടെ സെക്ഷൻ 184 അസസ്മെന്റ് ഓഫ് ഫേം. ഇവിടെ സെക്ഷൻ 184 പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഒരു ഫേം എന്ന നിലയിൽ ഇൻകം ടാക്സ് അസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, അതായത് ആ റൂൾസ് പാലിച്ചാൽ മാത്രമേ ഇൻകം ടാക്സ് ഒരു ഫേം എന്ന നിലയിൽ അസസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഫേമിന് പാർട്ട്ണർഷിപ്പ് ഫേമായി ടാക്സ് ട്രീറ്റ്മെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ വേണം അല്ലേ. അതിലൊന്നാമത്തതാണ് പാർട്ട്ണർഷിപ്പ് ഒരു ഇൻസ്ട്രുമെന്റിൽ തെളിയിക്കപ്പെട്ടിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് പോലെയുള്ള ഒരു റിട്ടൺ അല്ലെങ്കിൽ ഒരു ഫോർമൽ ഡോക്യുമെന്റ് പ്രൂഫായിട്ട് വേണം ഈ ഒരു സ്ഥാപനം പാർട്ട്ണർഷിപ്പ് ഫേം ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ഡോക്യുമെന്റ് അവിടെ വേണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ABC ഈ 3 ആളുകളും കൂടി ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തി. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എ പാർട്ട്ണർ, ബി പാർട്ട്ണർ, സി പാർട്ട്ണർ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാർട്ട്ണർഷിപ്പ് എന്താണ് ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെ, അത് ഓൾറെഡി അത് നമുക്ക് എന്താണ് ഈ ഡീഡ് അനുസരിച്ച് ഇത് പാർട്ട്ണർഷിപ്പ് ഫേം ആണ് എന്നുള്ള രീതിയിൽ ഇൻകം ടാക്സിന് എന്താണ് ഒരു പ്രൂഫായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, ഓരോ പാർട്ട്ണറിൻ്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വളരെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തിയിരിക്കണം. അതായത് പാർട്ട്ണർ എക്ക് എത്ര എന്താണ് പ്രോഫിറ്റ് ഷെയർ ആണ്, പാർട്ട്ണർ ബിക്ക് എത്ര പ്രോഫിറ്റ് ഷെയർ ആണ്, സിക്ക് എത്ര പ്രോഫിറ്റ് ഷെയർ ആണ്, അതായത് എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, ഓരോരുത്തർക്കും കൊടുക്കുന്ന പ്രോഫിറ്റ് ഷെയർ എത്രയാണ് എന്ന് ആ ഡീഡിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതായത് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു രീതിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ അസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാലിക്കേണ്ട കണ്ടീഷൻസ് ആണ് ഇതൊക്കെ. ഇനി ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ സർട്ടിഫൈഡ് കോപ്പി അല്ലെ, അതായത് ഫേം ആദ്യമായി ഒരു ഫേം എന്ന സ്റ്റാറ്റസിൽ അസസ് ചെയ്യണം എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെടുമ്പോൾ എന്ത് വേണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കോപ്പി ചോദിക്കും, അത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫേം ഒരിക്കൽ സെക്ഷൻ 184 പ്രകാരം ഫേം ആയിട്ട് അസസ് ചെയ്തു. ഓക്കെ, അസസ് ചെയ്തു. ദെൻ അതിന് ശേഷം അതായത് ഒരു തവണ ഈ ഫേമിനെ സെക്ഷൻ 184 പ്രകാരം അസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ഇയറുകളിലൊക്കെ എന്തായിരിക്കും, അതേ രീതിയിൽ തന്നെ അസസ്മെന്റ് തുടരും. അതായത് ഓൾറെഡി സെക്ഷൻ 184 ഒക്കെ ഈ ഫേം പാലിച്ചിട്ടുണ്ട്, ഇതിനെ എന്തായിട്ടാണ് ഫേം ആയിട്ട് തന്നെയാണ് അസസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇനി ബാക്കിയുള്ള ഇനി വരുന്ന ഇയറിലൊക്കെ ഫേം ആയിട്ട് അസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനും കൂടെ പാലിക്കണം, ഫേമിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ പുതിയ പാർട്ട്നേഴ്സ് വരിക, അല്ലെങ്കിൽ പഴയ പാർട്ട്ണർ മരിച്ചു പോവുക അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരികയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം മുതൽ ഒന്നും കൂടെ തെളിയിക്കണം. അതായത് ഫേമിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന സബ്സീക്വന്റ് ഇയേഴ്സിൽ മൊത്തം എന്ത് ചെയ്യും, ഈ ഫേമിനെ ഫേം ആയിട്ട് തന്നെ അസസ് ചെയ്യും.
അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിലോ, ഫേമിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊരു റിവൈസ്ഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആർക്ക് സമർപ്പിക്കണം? ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കണം. എങ്കിൽ മാത്രമാണ് ഇതിന് വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യണം? ഒരു പ്രൂഫ് കൊടുക്കണം. ഇത് ഫേം ആയിട്ട് തന്നെ അസസ് ചെയ്യണം. അതായത് നമ്മളിപ്പോ ഒരു ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ അസസ് അല്ലെങ്കിൽ ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ടോ ഫേം ആയിട്ടോ കമ്പനി ആയിട്ടോ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിട്ടോ അങ്ങനെ പല HUF ആയിട്ടോ അതൊക്കെയാണ് അസസീസ്. നമ്മൾ പല ടൈപ്സ് ഓഫ് അസസികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫേമിനെ ഒരു അസസി ഫേം എന്നുള്ള രീതിയിൽ ഒരു അസസ്മെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഫേം പാലിക്കേണ്ട സെക്ഷനാണ് സെക്ഷൻ 184. ഓക്കെ, അപ്പോൾ ഒരു തവണ സെക്ഷൻ 184 പ്രകാരമുള്ള ഡോക്യുമെന്റ് ഒക്കെ ഇയാൾ സമർപ്പിച്ചു, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇയാളെ ഫേം എന്നുള്ള രീതിയിലാണ് അസസ് ചെയ്യുന്നത് എങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിലും ഈ ഒരു അസസ്മെന്റ് ഫേം എന്നുള്ള സ്റ്റാറ്റസിൽ അസസ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഫേമിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നും ചേഞ്ചസ് ഉണ്ടാവാൻ പാടില്ല. അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റങ്ങൾ വരികയോ പുതിയ പാർട്ട്ണർ വരികയോ പഴയ പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയോ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? പുതിയൊരു റിവൈസ്ഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് സമർപ്പിക്കണം. ഇനി സെക്ഷൻ 184 ഒരു ഫേം പാലിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ സെക്ഷൻ 184 റിക്വയർമെന്റ്സ് പാലിച്ചിട്ടില്ലെങ്കിൽ ഫേമിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അതായത് ഫേമിന് ചില പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റുകളൊന്നും ഡിഡക്റ്റ് ചെയ്യാൻ കഴിയൂല. ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ്, സാലറി, കമ്മീഷൻ, റെമ്യൂണറേഷൻ ഇതൊക്കെ ഒരു പാർട്ട്ണർക്ക് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഒരു ആക്റ്റീവ് പാർട്ട്ണർക്ക് ഒരു ഫേം കമ്മീഷൻ ആയിട്ടോ സാലറി ആയിട്ടോ ഒരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സ്പെൻസ് ആണല്ലോ. അപ്പൊ അത് ഫേമിന് കുറക്കണമെങ്കിൽ സെക്ഷൻ 184 ഫേം പാലിച്ചിരിക്കണം. സെക്ഷൻ 184 എന്താ പറയുന്നത്? അതായത് ഒരു തെളിവ് ഇത് പാർട്ട്ണർഷിപ്പ് തന്നെയാണ് എന്നുള്ള ഒരു കറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കോപ്പി ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ 184 ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഇതുപോലെയുള്ള ഡിഡക്ഷൻസ് ഒന്നും ഫേമിന്റെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കാൻ കഴിയൂല. ദെൻ ഇനി ഈ പാർട്ട്ണറിന്റെ അതായത് ഇപ്പോ ഈ സെക്ഷൻ 184 എന്താണ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു ഫേമിന് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? അതായത് ഈ റെമ്യൂണറേഷൻ പാർട്ട്ണറിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 28 സബ്സെക്ഷൻ 5 പ്രകാരം ബിസിനസ് ഇൻകം ആയിട്ട് ടാക്സബിൾ ആകില്ല. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫേം പാർട്ട്ണർക്ക് എന്ത് കൊടുത്തു? റെമ്യൂണറേഷൻ കൊടുത്തു. പക്ഷെ 184 ഫേം ഫോളോ ചെയ്യാത്തത് കൊണ്ട് ഫേമിന്റെ പ്രോഫിറ്റിൽ നിന്ന് ഈ ഒരു കൊടുത്ത റെമ്യൂണറേഷൻ ഡിഡക്ട് ചെയ്യാൻ പറ്റൂല. ഇനി പാർട്ട്ണറിന്റെ സൈഡിൽ നിന്നാണെങ്കിലോ പാർട്ട്ണറിന്റെ കൈക്കാണല്ലോ ഇത് എത്തുക. അപ്പൊ പാർട്ട്ണർക്ക് ഇത് ടാക്സബിൾ ആണോ? സെക്ഷൻ 28 സബ്സെക്ഷൻ 5 പ്രകാരം ഇത് ടാക്സബിൾ അല്ല. ഓക്കെ, ദെൻ അപ്പൊ ഇത്രയും പോയിന്റുകളാണ് 184 പ്രകാരം ഒരു ഫേം ഫോളോ ചെയ്യേണ്ടത്. ദെൻ സെക്ഷൻ 185 അല്ലെ, അതായത് ഈ നോൺ കംപ്ലൈൻസ് ഓഫ് സെക്ഷൻ 184 സെക്ഷൻ 185 സെക്ഷൻ 184 പാലിക്കാത്തതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫേമിനെ ഫേം എന്ന നിലയിൽ തന്നെ അസസ് ചെയ്യും. പക്ഷെ പാർട്ട്ണർക്ക് നൽകിയിട്ടില്ല. അതായത് നമ്മൾ സെക്ഷൻ 184 പാലിച്ചിട്ടില്ലെങ്കിൽ ഫേം എന്നുള്ള രീതിയിൽ അസസ് ചെയ്താലും പാർട്ട്ണർക്ക് നൽകിയിട്ടില്ല ഇൻട്രസ്റ്റ്, സാലറി, ബോണസ് ഇതൊന്നും ഡിഡക്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇവിടെ ഈ പേയ്മെന്റ് പാർട്ട്ണറിന്റെ കയ്യിൽ സെക്ഷൻ 28 സബ്സെക്ഷൻ 5 പ്രകാരം ബിസിനസ് ഇൻകം ആയിട്ട് ടാക്സബിൾ ആവില്ല എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകളാണ് എന്ത് ഈ സെക്ഷൻ 184 ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഭാഗമാണ് എന്ത് സെക്ഷൻ 40B. ഇതിലെന്താ പറയുന്നത്? അതായത് ഇതും എന്താണ് ഒരു കമ്മീഷൻ, റെമ്യൂണറേഷൻ പോലെയുള്ള ഫേം പാർട്ട്ണർക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫേം പാലിക്കേണ്ട രണ്ടാമത്തെ കണ്ടീഷനാണ് സെക്ഷൻ 40 സബ്സെക്ഷൻ B എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇപ്പൊ സാധാരണഗതിയിൽ ഒരു ഫേം പാർട്ട്ണർഷിപ്പ് ഫേം പാർട്ട്ണർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ ഇതിന് ഡിഡക്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സെക്ഷൻ 40 സബ്സെക്ഷൻ B പാലിക്കണം അല്ലേ. ഇപ്പൊ ഒരു നോൺ വർക്കിംഗ് പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. നമുക്കറിയാം പാർട്ട്നേഴ്സ് രണ്ട് തരത്തിലുണ്ട്.
വർക്കിംഗ് പാർട്ട്ണർ എന്നും നോൺ വർക്കിംഗ് പാർട്ട്ണർ എന്നും. വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ആരാണ്? ഫേമിന്റെ ബിസിനസ് ആക്ടിവിറ്റീസിൽ വളരെ ഇൻവോൾവ് ചെയ്യുന്ന ആളെയാണ് വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. നോൺ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ എന്താണ്? അയാൾ ആക്റ്റീവായിട്ട് ഫേമിന്റെ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല, ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ നോൺ വർക്കിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന സാലറി, ബോണസ്, കമ്മീഷൻ ഇതിന് ഡിഡക്ഷൻ കിട്ടൂല. ഓൺലി വർക്കിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷന് മാത്രമേ എന്ത് കൊടുക്കുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. ദെൻ അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡില് ഒരു ഓതറൈസേഷൻ വേണം. ഇപ്പൊ നമ്മൾ വർക്കിംഗ് പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. ഡീഡില് റെമ്യൂണറേഷൻ നൽകുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഫേം വർക്കിംഗ് പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ ഡീഡിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഫേം കൊടുക്കുന്ന ഈ റെമ്യൂണറേഷൻ ഫേമിന്റെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കാൻ കഴിയൂല. ഓക്കെ, ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ വർക്കിംഗ് പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ഡേറ്റിന് ശേഷമുള്ള പീരീഡിനുള്ളതാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ഡേറ്റ് 1 ഏപ്രിൽ 2025 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട്ണർഷിപ്പിന്റെ ഡീഡ് ഡേറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ഡീഡ് ഡേറ്റ് ഇപ്പോൾ 1 ഏപ്രിൽ 2025 ആണെന്ന് വിചാരിച്ചോളൂ. റെമ്യൂണറേഷന്റെ പീരീഡ് 1 ഏപ്രിൽ 2025 മുതൽ അങ്ങോട്ട്. ഓക്കെ, പക്ഷേ ഈ റെമ്യൂണറേഷൻ പേ ചെയ്യാൻ തുടങ്ങിയത് അതായത് റെമ്യൂണറേഷൻ പേ ചെയ്യാൻ തുടങ്ങിയത് 1 ജാനുവരി 2025 മുതൽ 31 മാർച്ച് വരെ ആണെങ്കിൽ, 1 ജാനുവരി 2025 മുതൽ 31 മാർച്ച് വരെ ആണെങ്കിൽ, അപ്പൊ ഇവിടെ ഡീഡ് സ്റ്റാർട്ട് ചെയ്തത് 1 ഏപ്രിൽ ആണ്. അതിന്റെ മുന്നേ തന്നെ ഇയാൾക്ക് എന്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്? റെമ്യൂണറേഷൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പിന്നീട്, അതായത് റെമ്യൂണറേഷൻ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഡീഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? അതായത് നമ്മൾ പിന്നീട് ഉണ്ടാക്കിയ ഡീഡാണ് എന്നുണ്ടെങ്കിൽ ആ ഏർലിയർ പീരിയഡിന്റെ റെമ്യൂണറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇവിടെ 1 ഏപ്രിൽ മുതലുള്ള 31 മാർച്ച് വരെയുള്ള റെമ്യൂണറേഷൻ മാത്രമാണ് ഇയാൾക്ക് ഡിഡക്ഷന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇയാൾ മീൻസ് പാർട്ട്ണർഷിപ്പ് ഫേമിന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു ഫേം പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫേമിന്റെ പ്രോഫിറ്റിൽ നിന്ന് അത് കുറക്കാം. പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിന് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ഡേറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ഡേറ്റ് റെമ്യൂണറേഷന് ശേഷം കൊടുത്തു തുടങ്ങിയതിന് ശേഷമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കിയത് എങ്കിൽ ആ ഡീഡ് ഉണ്ടാക്കിയത് മുതലുള്ള റെമ്യൂണറേഷൻ മാത്രമേ ഡിഡക്റ്റ് ചെയ്യാനുള്ള അനുമതി ആർക്കുള്ളൂ? ഫേമിന് ഉള്ളൂ. ഓക്കെ, ഇനി സെക്ഷൻ 40 സബ്സെക്ഷൻ ബി പ്രകാരം മാക്സിമം റെമ്യൂണറേഷന്റെ ലിമിറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന മൊത്തം റെമ്യൂണറേഷനും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബുക്ക് പ്രോഫിറ്റ് നമുക്ക് ലോസ് ആണെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരു ഫേമിന്റെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി അതിൽ അതിന് ബുക്ക് പ്രോഫിറ്റ് നമുക്ക് ലോസ് ആണ്, അതായത് പ്രോഫിറ്റ് ഇല്ല ലോസ് ആണ് എന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് എങ്കിൽ ഇപ്പം എന്താ സംഭവിക്കുക? ആ പ്രോഫിറ്റിൽ നിന്ന് ഈ റെമ്യൂണറേഷൻ, അതായത് പാർട്ട്ണർക്ക് ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപ റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചോ. ഈ 2 ലക്ഷം രൂപ മൊത്തത്തിൽ കുറക്കാൻ പറ്റുമോ? ഇല്ല. പാർട്ട്ണർഷിപ്പിന്റെ ബുക്ക് പ്രോഫിറ്റ് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ കുറക്കാൻ പറ്റുന്ന റെമ്യൂണറേഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1,50,000 രൂപയാണ്. ഓക്കെ, ഇനി ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവ് ആണെങ്കിലോ, അതായത് ലോസ് അല്ല, ബുക്ക് പ്രോഫിറ്റ് തന്നെയാണെന്നുണ്ടെങ്കിലോ, അപ്പൊ ബുക്ക് പ്രോഫിറ്റ് എത്രയാണ് പ്രോഫിറ്റ് എന്ന് നോക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ 3 ലക്ഷം എടുക്കുക. ഓക്കെ, ആദ്യത്തെ 3 ലക്ഷം എടുക്കുന്നു. അതിൽ നമ്മൾ കമ്പയർ ചെയ്യുക. ആദ്യത്തെ 3 ലക്ഷം എന്ന് പറയുമ്പോൾ ബുക്ക് പ്രോഫിറ്റ് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് 2 ലക്ഷമാണെന്ന് വിചാരിച്ചോ. ഓക്കെ, 2 ലക്ഷമാണ്, 3 ലക്ഷത്തിന്റെ താഴെയാണ് അല്ലേ? ഇപ്പം 2 ലക്ഷമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ
ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നോക്കി, ഇതിൻ്റെ ലിമിറ്റ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു 2 ലക്ഷം രൂപ പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റിൽ നിന്ന് ഈ 2 ലക്ഷം കുറക്കാൻ പറ്റുമോ? ഇല്ല, അതിന് ലിമിറ്റ് ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ബുക്ക് പ്രോഫിറ്റ് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു 4 ലക്ഷമാണെന്ന്, ഓക്കെ, ഒരു 3 ലക്ഷമാണെന്ന് വിചാരിച്ചു, 3 ലക്ഷമാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ 3 ലക്ഷത്തിൻ്റെ 90% കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എന്താണ് 90% കാൽക്കുലേറ്റ് ചെയ്യുക 3 ലക്ഷത്തിൻ്റെ. അതിന് ശേഷം 3 ലക്ഷത്തിൻ്റെ 90% എന്ന് പറയുമ്പോൾ 2,70,000 ഓക്കെ, 2,70,000. ഓക്കെ, ഇനി ഇതന്നെ എന്ത് ചെയ്യുന്നു? ഓർ 1,50,000. ഇത് ഫിക്സഡ് ആണ്, 1,50,000. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കണം, ബുക്ക് പ്രോഫിറ്റ് 3 ലക്ഷമാണെങ്കിൽ ആദ്യത്തെ 3 ലക്ഷം എടുക്കുക. നമ്മൾ കമ്പയർ ചെയ്യാണ്. 90% ഓഫ് 3 lakh, അപ്പോൾ 2,70,000 കിട്ടും. അതുമായിട്ട് ഈ 1,50,000 കമ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഹയർ എമൗണ്ട് ഏതാ? 2,70,000. ഇപ്പോൾ ഇവിടെ റെമ്യൂണറേഷൻ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു 3 ലക്ഷമാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ കൊടുക്കാൻ പറ്റുന്ന റെമ്യൂണറേഷൻ, കുറക്കാൻ പറ്റുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 1,80,000 പാർട്ട്ണർക്ക് 3 ലക്ഷം റെമ്യൂണറേഷൻ കൊടുത്താലും മാക്സിമം ഇവിടെ കുറക്കാൻ പറ്റുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2,70,000. ഓക്കെ, ഇനി ഒരു ഫേമിൻ്റെ ബുക്ക് പ്രോഫിറ്റ് 5 lakh ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് എന്താ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ 3 ലക്ഷത്തിൻ്റെ 90% ഓർ 1,50,000 ഇതിൽ ഹയസ്റ്റ് എമൗണ്ട് എടുക്കാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇതിലെ കേസിൽ ആദ്യത്തെ 3 ലക്ഷം, 5 ലക്ഷത്തിലെ ആദ്യത്തെ 3 ലക്ഷം, അപ്പം നമ്മൾ 3 ലക്ഷത്തിൻ്റെ 90% എടുത്തു. അപ്പോൾ 2,70,000 ഓർ 1,50,000. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലുള്ള ഹയസ്റ്റ് എമൗണ്ട് നമ്മൾ എടുക്കും അല്ലേ? അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എത്രയായിരിക്കും? 2 ലക്ഷത്തി, ഹയസ്റ്റ് എമൗണ്ട് 2,70,000 ആണ് അല്ലേ? ഓക്കെ, പ്ലസ് ഇനി എന്ത് ചെയ്യണം? ബാക്കി ഇനി 5 ലക്ഷത്തിൽ എത്ര ഉണ്ട്? 3 ലക്ഷത്തിൻ്റെത് കണ്ടു, ഇനി ബാക്കി 2 ലക്ഷം ഉണ്ട്. ഈ 2 ലക്ഷത്തിൻ്റെ 60% കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 60% എന്ന് പറയുമ്പോൾ 1,20,000. ഓക്കെ, 1,20,000. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3,90,000 ഉണ്ടാവും. 3,90,000 ഉണ്ടാവും. ഈ 3,90,000 ആണ് മാക്സിമം ഒരു ഫേമിന് കുറക്കാൻ പറ്റുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ലോസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് പ്രോഫിറ്റ് ഫേമിൻ്റെത് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറക്കാൻ പറ്റുന്നത് മാക്സിമം 1,50,000 ആണ്. ഇനി ബുക്ക് പ്രോഫിറ്റ് 3 lakh വരെ ആണെങ്കിൽ 3 lakhൻ്റെ 90% ഓർ 1,50,000. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ഇതിൽ ഹയസ്റ്റ് എമൗണ്ട് ആണ് മാക്സിമം കുറക്കാൻ പറ്റുന്ന റെമ്യൂണറേഷൻ. ഇനി അതായത് ഒരു 3 lakhനേക്കാളും കൂടുതൽ ബുക്ക് പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 3 lakh വരെ 90% ഓർ 1,50,000 ചെയ്യുക. ബാക്കിയുള്ള പോർഷൻ്റെ 60% കാൽക്കുലേറ്റ് ചെയ്യുക. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് മാക്സിമം ഒരു ഫേമിന് പാർട്ട്ണറിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ കൊടുക്കാവുന്നതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ഭാഗമാണ് ഇൻട്രസ്റ്റ് അല്ലേ? സെക്ഷൻ 40 സബ്സെക്ഷൻ ബി പ്രകാരം ഒരു ഫേം ഒരു പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ നമ്പർ 1, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ആ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കണം. അതില്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടൂല. അതായത് ഫേം പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഫേമിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ഇത് എക്സ്പെൻസ് ആയിട്ട് കുറക്കണം എന്നുണ്ടെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഡീഡ് ഡേറ്റിന് മുമ്പാണെങ്കിൽ ആ ഇൻട്രസ്റ്റിന് ഡിഡക്ഷൻ കിട്ടൂല. ഡീഡ് ഡേറ്റിന് ശേഷമുള്ള ഇൻട്രസ്റ്റിന് മാത്രമാണ് ഡിഡക്ഷൻ കിട്ടുക. ഇനി മാക്സിമം നമുക്ക് എത്ര ഡിഡക്ഷൻ കിട്ടും? മാക്സിമം നമ്മൾ കൊടുക്കുന്ന 12% വരെയാണ് ഡിഡക്ഷൻ കിട്ടുള്ളൂ.
അപ്പോൾ ഒരു ഫേം ഒരു പാർട്ട്ണർക്ക് 15% കൊടുത്തു. ഇതിൽ 12% വരെ എന്ത് ചെയ്യാം, ഫേം കൊടുത്ത ഇൻട്രസ്റ്റ് ഫേമിന്റെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കാം. ബാക്കി വരുന്ന 3% എന്ത് ചെയ്യേണ്ടി വരും, അത് കുറക്കാൻ കഴിയൂല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഡ്രോയിങ്സ്. ഇപ്പോൾ പാർട്ട്ണർ ചിലപ്പോൾ ഫേമിൽ നിന്ന് അയാളുടെ പേഴ്സണൽ യൂസിനായിട്ട് അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യും അല്ലേ, അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഫേം ഈ പാർട്ട്ണറിൻ്റെ കയ്യിൽ നിന്ന് ഡ്രോയിങ്സിന് പകരമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ എന്താണ് ഫേമിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് എന്താണ്, ഒരു ഇൻകം ആണ് അല്ലേ. അതായത് ഫേം പാർട്ട്ണറിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെങ്കിൽ അത് പെയ്ഡ് ആണ്. പക്ഷെ പാർട്ട്ണർ ഫേമിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇൻകം ആയിട്ടാണ് അല്ലേ. ഫേം റിസീവ്ഡ് ഇൻ ഇൻട്രസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം അല്ലേ. അതായത് ടാക്സബിൾ ആണ്, ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഫേം പേ ഇൻട്രസ്റ്റ് പാർട്ട്ണർക്ക് അങ്ങോട്ട് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻ സബ്ജക്റ്റ് ടു കണ്ടീഷൻ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി. ഈ പോയിന്റുകൾ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേമിൽ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ടാക്സ് റൂളുകളെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റിന്റെ ബേസിലാണല്ലോ ഇപ്പൊ നമ്മൾ ടാക്സ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നോക്കി നോക്കാം എങ്ങനെയാണ് ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് നെറ്റ് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇവിടെ എഴുതുന്നു. അതിനുശേഷം ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ചില ഐറ്റംസുകൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡിഡക്ട് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ഇൻകം ടാക്സ് ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസലൗഡ് ആയിട്ടുള്ള ചില എക്സ്പെൻസസുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് എന്താ, ഒരു ഇൻകം ടാക്സ് റൂൾ പ്രകാരം ഡിസലൗഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് ഈ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യണം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് എക്സ്പെൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് അത് ഡെബിറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നോക്കുമ്പോൾ അത് ആ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആയിട്ട് അനുവദിക്കാത്തതാണെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം, പ്രോഫിറ്റിലേക്ക് തന്നെ ആഡ് ചെയ്യണം. ഇനി രണ്ടാമത്തത്, ഇൻകം which are taxable under the head profit and gains of business or profession but not credited to profit and loss account. ചിലപ്പോ ഈ ബിസിനസ്സിന് ഫേമിൽ നിന്ന് ബിസിനസ് നടത്തിയിട്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും, പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതായത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡില് ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അതും നമ്മൾ ഇതിലേക്ക് ഈ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യാം. അടുത്തത്, റെമ്യൂണറേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ഈഫ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അതായത് ഇപ്പോ ഈ പാർട്ട്ണർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ലെ, അത് നമ്മളിപ്പോ ഈ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോ നമ്മൾ എക്സ്പെൻസ് ആണ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ആ റെമ്യൂണറേഷൻ എന്ത് ചെയ്യുന്നു, അത് അങ്ങോട്ട് തന്നെ ആഡ് ബാക്ക് ചെയ്യണം അല്ലെ. അതായത് നമുക്കറിയാം എന്താണ് റെമ്യൂണറേഷന് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ശേഷമാണ് അത് ഡിഡക്ട് ചെയ്യാനുള്ള ഒരു അനുമതി ഉള്ളൂ അല്ലെ. അപ്പൊ അത് നോക്കണം. അതിന് ശേഷം ഡിസലവൻസ് ഓഫ് ഇൻട്രസ്റ്റ് എക്സസ് ഓഫ് 12% അല്ലെ. നമുക്കറിയാം പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് 12% വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 15% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങള് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യേണ്ട കുറച്ച് ഐറ്റംസുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് ചിലപ്പോ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ വരാത്ത ചില ഇൻകംസ് ഈ ഫേമിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിരിക്കും അല്ലെ. അതായത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ നിന്നുള്ളതല്ല,
അല്ലല്ലോ. അപ്പൊ അവിടെ ആ അതർ സോഴ്സിലുള്ള ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെ മറ്റു സോഴ്സിൽ നിന്നുള്ള ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഇനി അടുത്ത നോക്കി നോക്കൂ, ചില എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഇൻകം ടാക്സ് റൂൾ പ്രകാരം കുറക്കാൻ അനുമതിയുണ്ട്. പക്ഷെ ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, കുറച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പെൻസും എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ബാക്കി ഇനി എന്ത് ചെയ്യുന്നു, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ആഡ് ചെയ്യേണ്ട ഐറ്റംസുകളൊക്കെ ആഡ് ചെയ്തു, ലെസ് ചെയ്യേണ്ട ഐറ്റംസുകളൊക്കെ ലെസ് ചെയ്തു. അതിന് ശേഷം കിട്ടുന്നതാണ് എന്ത്, ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊന്നും ഈ അവിടെ ഡിഡക്ട് ചെയ്യാൻ പറ്റൂല. അതായത് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് നമ്മൾ കുറക്കുന്നത്. അതേപോലെ തന്നെ ഈ എന്താണ്, ഈ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസസ്, മുൻ വർഷത്തെ ബിസിനസ് ലോസ് ഉണ്ടെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡിഡക്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഫോർമാറ്റ് ആണ് നമുക്കിപ്പോ കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഈ ബ്രോഡ് ഫോർവേഡ് ലോസസ് അല്ലെ, ഇപ്പൊ മുൻ വർഷത്തെ ലോസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂല, സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷെ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഡിഡക്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ്. ഓക്കെ, നമുക്ക് ബുക്ക് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഒരു ഫേമിന്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പൊ ആദ്യം നമ്മൾ ബുക്ക് പ്രോഫിറ്റ് എത്രയാണോ അത് എഴുതുന്നു. അതിൽ നിന്ന് ഈ വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻസ് ഉണ്ടല്ലോ, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഫുൾ ആയിട്ട് നമുക്ക് കുറക്കാൻ കഴിയൂല അല്ലെ. അതിൽ നിന്ന് അതായത് ആക്ച്വൽ റെമ്യൂണറേഷൻ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് അണ്ടർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി പ്രകാരം ഏതാണോ കുറവ് അത് മാത്രമാണ് നമുക്ക് റെമ്യൂണറേഷൻ കുറക്കാൻ പറ്റുള്ളൂ. അത് കുറച്ചിട്ട് ബാക്കി നമുക്ക് കിട്ടുന്നതാണ് ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലെ. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതർ ഹെഡ് ഓഫ് ഇൻകം. ഒരു ബിസിനസ്സിന് സാലറി ഒഴികെ ബാക്കി ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള അതർ ഹെഡ്സ് ഓഫ് ഇൻകം കിട്ടും. അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അത് ചെയ്തിട്ട് നമുക്ക് പിന്നീട് കിട്ടുന്നതാണ് ആ ഒരു ഫേമിന്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫേമിന് എലിജിബിൾ ആയിട്ടുള്ള അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫേം അടക്കേണ്ട ടാക്സ് ലൈബിലിറ്റി പേ ചെയ്യുക. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറയാം. ജസ്റ്റ് അത് പേ ചെയ്തത് എത്രയാണോ അതും ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുക. ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് അടുത്തത് എങ്ങനെയാണ് ടാക്സ് ലൈബിലിറ്റി, ഫേമിന്റെ ടാക്സ് ലൈബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ഫേമിന്റെ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, അതിനുശേഷം ആ ഫേമിന്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടാക്സ് ലൈബിലിറ്റി ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫേമിന് കിട്ടിയിട്ട് കാഷ്വൽ ഇൻകം അല്ലെ, ലോട്ടറി വിന്നിങ്സോ അല്ലെങ്കിൽ ഹോഴ്സ് റേസിംഗ്, കാർഡ് ഗെയിം പോലെയുള്ള കാഷ്വൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ 30% ആണ് എന്തെടുക്കേണ്ടത്, ടാക്സ് ആയിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഫേമിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിന്റെ 20% ടാക്സ് ആയിട്ട് എടുക്കണം. ഈ ഒരു ഫേമിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിന്റെ 15%. ബാക്കി വരുന്ന ഇൻകത്തിന് 30% റേറ്റിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടും. അപ്പൊ ഇവിടെ നമ്മുടെ ടാക്സ് അതായത് സർചാർജ് ഉണ്ട് അല്ലെ. സർചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സർചാർജ് അപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ 12% ആഡ് ചെയ്യാം. അതായത് ഒരു ഫേമിന്റെ ടോട്ടൽ ഇൻകം 1 crore കൂടുതലാവുകയാണെങ്കിൽ അവിടെ നമുക്ക് 12% സർചാർജ് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും സർചാർജ്, എങ്ങനെയാണ്, ഇപ്പൊ ഒരു ഫേം അടക്കേണ്ട ടാക്സ് ഇപ്പൊ 10 ലക്ഷം ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ 12%, അതായത് ഇൻകം ടോട്ടൽ ഇൻകം അല്ല, ഫേം അടക്കേണ്ട ടാക്സ് 10 ലക്ഷം ആണെങ്കിൽ അതിന്റെ 12% കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് സർചാർജ്.
സർചാർജ് ഉണ്ടെങ്കിൽ, ടോട്ടൽ ഇൻകം 1 crore കൂടുതലാവുമ്പോഴാണ് സർചാർജ് വരുന്നത്. ദെൻ അതുണ്ടെങ്കിൽ നമ്മൾ 12% അത് എന്താ ടാക്സിന്റെ മുകളിൽ 12% കാൽക്കുലേറ്റ് ചെയ്യുക, അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ദെൻ അതിനുശേഷം 4% എഡ്യൂക്കേഷൻ സെസ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ബാക്കി വരുന്ന എമൗണ്ട് ആണ് നമുക്ക് ഫൈനലി ആ ഫേം അടക്കേണ്ട ടാക്സ് പേയബിൾ എന്ന് പറയുന്നത്. ഇനി ചില കേസുകളിൽ ഈ സർചാർജ് കാരണം ഇപ്പൊ നമുക്ക് ചിലപ്പോൾ 1 crore ആയിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 1 crore 1,000, 1 crore ചെറിയ ഒരു എമൗണ്ട് മാത്രം കൂടി അല്ലെ, ചെറിയ തോതിലൊരു എമൗണ്ട് 1 crore കൂടി, അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സർചാർജ് അടക്കേണ്ടി വരും അല്ലെ. അപ്പൊ അത് നമുക്ക് വളരെയധികം നഷ്ടാവും അല്ലെ. അപ്പൊ സർചാർജ് കാരണം 1 crore ചെറിയൊരു എമൗണ്ട് മാത്രം എക്സീഡ് ചെയ്തിട്ട് ടാക്സ് വളരെയധികം ആ ഫേമിന് കൂടുതലാവുകയാണെങ്കിൽ ടാക്സ് പേയറിന് എന്ത് കിട്ടും, മാർജിനൽ റിലീഫ് കിട്ടും. അപ്പൊ അതെങ്ങനെയാണ് കിട്ടുന്നത് മാർജിനൽ റിലീഫ്? ആദ്യം സർചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം അല്ലെ, ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം പ്ലസ്, അതായത് ടോട്ടൽ ഇൻകത്തിന്റെ ടാക്സ് നോർമൽ റേറ്റിലുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സ് ഓൺ ടാക്സ്, അതായത് അതിന്റെ മുകളിൽ 12% നമ്മൾ എന്ത് ചെയ്യുന്നു, സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അത് അതിലേക്ക് ആഡ് ചെയ്യുന്നു അല്ലെ. ഇനി നമുക്ക് മാർജിനൽ റിലീഫ് എങ്ങനെയാണ് കിട്ടുക, ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം പ്ലസ് സർചാർജ്, അത് നോക്കുക. ഇനി ടാക്സ് ഓൺ 1 crore, 1 കോടിക്ക് എത്ര ടാക്സ് കൊടുക്കണം? അപ്പൊ 1 കോടിയേക്കാളും കൂടിയത് കൊണ്ട് നമ്മൾ എന്താണ്, 1 കോടിയേക്കാൾ നമുക്ക് എത്ര ഇൻകം ആണ് കൂടിയിട്ടുള്ളത്? അതായത് ആദ്യം നമ്മള് മാർജിനൽ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആദ്യം ടോട്ടൽ ഇൻകത്തിന്റെ ടാക്സ്, അതിന്റെ കൂടെ സർചാർജ് അല്ലെ. അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടും അല്ലെ. ദെൻ രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്, എ. ദെൻ ബി എന്താ ചെയ്യുന്നത് നോക്കി നോക്കൂ, 1 കോടിക്ക് കൊടുക്കേണ്ട ടാക്സ്, ടാക്സ് ഓൺ 1 crore അല്ലെ. ദെൻ പ്ലസ് 1 കോടിയേക്കാളും എത്ര ഇൻകം ആണ് കൂടിയത്? ഇപ്പൊ 1 crore 1,000, ഇപ്പൊ 1 കോടിയേക്കാളും ജസ്റ്റ് ഒരു 1000 രൂപയാണ് കൂടിയിട്ടുള്ളത് എങ്കിൽ 1000 ഇവിടെ ഇടും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് രണ്ടും കമ്പയർ ചെയ്യുക. ഇതിൽ ഏറ്റവും ലെസ് ഏതാണോ അതാണ് മാർജിനൽ റിലീഫ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം, എങ്ങനെയാണ് ഒരു ഫേമിന്റെ ടാക്സ് ലയബിലിറ്റി അസസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഒരു ഫേമിന്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു സെഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു പ്രോഫിറ്റ് ഫ്രം സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് അല്ലെ, ഒരു ഇൻകം ഫ്രം ബിസിനസ് ആണ്. അത് എത്രയുണ്ട്, 6,50,000. അതുപോലെ തന്നെ ആനിമൽ ബ്രീഡിംഗ് ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് 2,20,000. ദെൻ ഈ ഒരു ഫേമിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്, അത് എത്രയാണ്, 2,50,000. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ട്, അത് 4,50,000. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അല്ലെ, ഗ്രോസ് ആണ്, ഗ്രോസ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട 80,000. ദെൻ ഇയാള് ഈ ഒരു ഫേം ഡൊണേഷൻ ടു അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു 1,30,000 ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനില്ല, നമുക്ക് ബുക്ക് പ്രോഫിറ്റിന്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ ഇൻകവും ഈ ഫേമിന്റെ ടാക്സ് പേയബിളും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, ഇൻകം ഫ്രം ബിസിനസ് ആയിട്ട് ഈ ഒരു ഫേമിന് എന്തൊക്കെയാണ് ഇൻകം ഫ്രം ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിൽ നിന്ന് 6,50,000, അനിമൽ ബ്രീഡിംഗ്സിൽ നിന്ന് 2,20,000. അങ്ങനെ മൊത്തം ഇൻകം ഫ്രം ബിസിനസ് 8,70,000 കിട്ടിയിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ ഗെയിൻ അല്ലെ, ക്യാപിറ്റൽ ഗെയിനില് ഇവിടെ ലോസ് ആണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ കൂടെ സെറ്റ് ഓഫ് ചെയ്യാം. അറിയാവുന്നതാണത്. ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 4,50,000 ഉണ്ട്. അവിടെ നമ്മൾ ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 2,50,000 എന്ത് ചെയ്യുന്നു, സെറ്റ് ഓഫ് ചെയ്യുന്നു. ബാക്കി
ബാക്കി ഇനി നമുക്ക് എത്ര ഉണ്ട്? അതായത് 4.5 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി കിട്ടുന്നത് എത്രയാണ്? 2 lakh ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ആകെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 2 ലക്ഷം മാത്രമേ ഉള്ളൂ. ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അല്ലെ, അത് 80,000 എഴുതി. അപ്പൊ ഇത്രയും. അപ്പൊ ഇയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 11,50,000 ആണ്. ഇവിടെ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ടോട്ടൽ ഇൻകം അല്ല, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണം അല്ലെ. ഈ ഒരു ഫേം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് 1,30,000 ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അണ്ടർ സെക്ഷൻ 80G പ്രകാരം ഇയാൾക്ക് ഇത് ഡിഡക്ട് ചെയ്യാം. ഇതെന്താണ്? ഇതിപ്പോ നമ്മള് 80Gനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൊണേഷൻ 4 കാറ്റഗറീസ് ഉണ്ട്. അതില് വിത്ത് ലിമിറ്റ് 100% ആണോ, വിത്തൗട്ട് ലിമിറ്റ് 100% ആണോ, വിത്ത് ലിമിറ്റ് 50 ആണോ, വിത്തൗട്ട് ലിമിറ്റ് 50 ആണോ എന്നൊക്കെ നോക്കണം. ഈ ഒരു ഡൊണേഷൻ എന്താണ്? വിത്ത് ലിമിറ്റ് 50%ന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ലിമിറ്റ് കാണണം. ലിമിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ 10% നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻസ് ഒക്കെ കുറച്ചിട്ടുള്ള ഇൻകാണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. ഇവിടെ നമുക്ക് വേറെ ഡിഡക്ഷൻസ് ഒന്നും ഇല്ല. നമുക്ക് ഇവിടെ വരുന്നത് 11,50,000 രൂപയാണ് എന്ത് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് വരുന്നത്. ഇതിന്റെ അഡ്ജസ്റ്റഡ് ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 2 ലക്ഷം രൂപ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് കുറക്കാം. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് എത്ര വരും? ബാക്കി കിട്ടുന്ന എമൗണ്ട് $9,50,000 വരും അല്ലെ. ഇതിന്റെ 10% കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ എത്ര കിട്ടും? 95,000 കിട്ടും. ഓക്കെ, ഇതാണ് വിത്ത് ലിമിറ്റ് 10%. ഇനി ഇതിന്റെ 50% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇതിന്റെ 50% എത്രയാണ്? എത്രയാണ്? 47,500. അപ്പൊ ഈ 1,30,000 ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ 47,500 ആണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ. അപ്പൊ നമ്മൾ അത് അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. നമുക്ക് ബാക്കിയുള്ളത് എത്രയാണ്? 11,2,500 ആണ് നമുക്ക് വരുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ടാക്സ് ലയബിലിറ്റി, ടാക്സ് പേയബിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നോക്കി നോക്കൂ. ആദ്യം നമ്മള് ഇതില് കാഷ്വൽ ഇൻകത്തിന്റെയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെയും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്? ഇതില് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്കറിയാം, അത് 20%. അതായത് 2 ലക്ഷമാണ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. അതിന്റെ 20% നമുക്ക് സെപ്പറേറ്റ് കാണണം. അതിന് ശേഷം എന്ത് ചെയ്യാണ്? ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒഴികെയുള്ള അതർ ഇൻകം എത്രയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നിന്ന് 11,22,500 നിന്ന് ഈ 2 lakh ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയ 2 lakh മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 9,02,500 ആണ്. ഇതിന്റെ 30% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2,70,750 കിട്ടും. ഇപ്പോ നമുക്ക് ടോട്ടൽ ഇയാൾ അടക്കേണ്ടത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ കിട്ടിയ 40,000, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി കിട്ടിയിട്ടുള്ള 2 ലക്ഷത്തിന് 40,000, അതർ ഇൻകത്തിന് 2,70,750. അങ്ങനെ മൊത്തം ഇയാൾ അടക്കേണ്ടത് 3,10,750 ആണ്. ഓക്കെ, ഇനി അപ്പൊ നമുക്കറിയാം ഇയാളുടെ എന്താണ് ടാക്സബിൾ. നമുക്കറിയാം ഇയാളുടെ ടോട്ടൽ ഇൻകം ആകെ 11,02,500 ഉള്ളൂ. 1 crore കൂടുമ്പോ മാത്രമാണ് സർചാർജ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് സർചാർജ് ഇല്ല. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? സെസ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെസ് 4%.
നമ്മൾ ഇതിന്റെ അതായത് 3,10,750യുടെ 4% കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 12,430 കിട്ടും. ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ബാക്കി നമുക്ക് കിട്ടുന്നത് 3,23,180. ഇതാണ് ഈ ഫേം അടയ്ക്കേണ്ട ടാക്സ് ലൈബിലിറ്റി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടാക്സ് പേയബിൾ ഒരു ഫേമിന്റെ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ ലെസ് ചെയ്യണം, ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ എക്സാമിന് പ്രോബ്ലം പാർട്ട് ആയിട്ട് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഫേമിന്റെ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും ആണ്. അപ്പൊ ആ ഒരു ഭാഗം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.